Good morning. Good morning. Morning. Good morning, ma'am. ഇന്നലെ എഴുതിയതൊക്കെ പഠിച്ചായിരുന്നോ? വായിച്ചു നോക്കിയില്ലേ? ഓക്കെ. നമ്മൾ ഇന്നലെ നാബ് സ്റ്റാൻഡേർഡ്സ് വരെ പറഞ്ഞത് അല്ലേ? അതിന്റെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഇത് എഴുതിയതല്ലേ നിങ്ങള്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് അതുവരെയല്ലേ എഴുതിയത് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് അതുപോലെ തന്നെ നമുക്ക് എഴുതാം ഇവിടെ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ചോദിക്കാം. പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ് ROM, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് HRM, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. നോക്കി, ഇതെന്ന് വെച്ചാൽ ഓർഗനൈസേഷന് സെന്റേർഡ്സ്, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നതാണ് ഈ 5 എണ്ണം. നോക്കുക ഏതൊക്കെയായിരുന്നു ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിൽ വരുന്നത്? സേഫ്റ്റി ആൻഡ് ഇംപ്രൂവ്മെന്റ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റ്. ഓർഗനൈസേഷന് വരുമ്പോൾ മാനേജ്മെന്റ് ഉണ്ട്, അത് ശ്രദ്ധിക്കുക. പിന്നെ ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. പേഷ്യന്റ് സേഫ്റ്റി അത് നമുക്കറിയാം ഓരോ ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ടാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ബാക്കി എല്ലാത്തിലും മാനേജ്മെന്റ് എന്നുള്ളതുണ്ട്. അങ്ങനെ വെച്ചൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓർഗനൈസേഷൻ സെന്റേർഡ്സ് സ്റ്റാൻഡേർഡിൽ വരുന്നത് ഈ 5 എണ്ണമാണ്. അപ്പൊ ഇവിടുന്ന് പേഷ്യന്റ് സെന്റേർഡിൽ നിന്ന് ഏതെങ്കിലും എടുത്തിട്ട് നമ്മളോട് ചോദിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് കംസ് അണ്ടർ ദ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ്. അപ്പൊ ബാക്കി 3 എണ്ണം ഇതിലെ തരും, ഒരെണ്ണം പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും. അപ്പൊ അത് അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഇതിനകത്ത് കീഴിൽ വരുന്നത് ഏതാണെന്ന് ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടോ. നാബ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇനി പറയുന്നത്. നാബ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എഴുതിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. Key performance indicators assist assist in helping to systematically monitor, assess and continually enhance dash. Key performance indicators KPIs assist in helping to systematically monitor, assess and continually enhance സർവീസ് പെർഫോമൻസ്. നാവ് കീ പെർഫോമൻസ് ആ പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻഹാൻസ് ചെയ്യുന്നത് സർവീസ് പെർഫോമൻസിനാണ്. എൻഹാൻസ് സർവീസ് പെർഫോമൻസ്. Enhance service performance. Next, expand. ഈ ക്വസ്റ്റ്യൻ ആദ്യം പോലെ ഒന്നും കൂടെ പറയാമോ? അത് ആ ഫസ്റ്റ് സെന്റൻസ് തന്നെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. Key performance indicators. Key performance indicators assist assist in helping to systematically monitor
comma, SS, ASS, ESS. And continually, CONTINUALLY, continually enhance dash. And continually enhance എഴുതി. service performance. Okay. Next question, expand KPI. Expand KPI. The KPI എന്താ? Key performance indicators. ഇത് പഠിക്കാട്ടോ, ഇതിന്റെ ഒപ്പം പഠിക്കാം. Expand KPI. KPI എന്ന് പറയുന്നത് Key Performance Indicators. Key Performance Indicators. Next one. Next question എഴുതിക്കോ. Dash support the quality assurance, ASSURANCE, assurance program cell, ഒന്നുകൂടെ പറയാൻ പറ്റും, ഞാനിപ്പോ കേരള. Okay. First dash support SUPPORT, support the quality assurance, program cell at the hospital. Program cell at the hospital. പ്രോഗ്രാം സെല്ലോ. Program cell, CELL, program cell at the hospital. The previous year ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അവിടെ സപ്പോർട്ട് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചേക്കണേ. ഇതിനകത്ത് ക്വാളിറ്റി മാനേജറിന്റെ ഇതിനകത്ത് വരുന്നതാണ്. നോക്കിയ നോട്ടില് ആ സെന്റൻസ് നോക്കട്ടെ. ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ. The quality manager in the hospital should support the quality assurance program cell at the hospital and to be accountable for designing and establishing quality procedures, standards and specification in hospital. അപ്പൊ ആരാണ് സപ്പോർട്ട് ചെയ്യുന്ന ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇൻവൈറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. Next one. Next question. Who is accountable for ACCOUNTAB? Okay. Who is accountable for ACCOUNTABLE? Accountable for designing and establishing, ESTABLISHINT, establishing
establishing quality procedures, standards, and specification, in hospital. അതിനകത്ത് ഫസ്റ്റ് സെന്റൻസിൽ തന്നെ വരുന്നതാണ് and be accountable for designing and establishing quality procedures, standards and specification in hospital. Who is ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തമുള്ളത്? Who is accountable for designing quality procedure? അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ ആ ഫസ്റ്റ് സെന്റൻസിൽ നിന്ന് കിട്ടി. ഫസ്റ്റ് ഇവിടെ ക്വാളിറ്റി മാനേജർ ഇൻ ഹോസ്പിറ്റൽ ഷുഡ് സപ്പോർട്ട് ദ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെൽ at the hospital. The second one, and he be accountable for designing and establishing quality procedure, standards and specification in hospital. അപ്പൊ ക്വാളിറ്റി ആയിട്ട് രണ്ടും ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം, രണ്ടാമത്തെ എസ്റ്റാബ്ലിഷിംഗ് ക്വാളിറ്റി പ്രൊസീജിയർ, അതിനകത്ത് തന്നെയുണ്ട് ക്വാളിറ്റി മാനേജർ. അത് ആ രണ്ട് സെന്റൻസിലും ക്വാളിറ്റി എന്നുള്ള ഒരു വേർഡ് ഉണ്ട്. അത് വെച്ചിട്ട് തന്നെ അതിന്റെ ആൻസർ എഴുതാം, ക്വാളിറ്റി മാനേജർ. നെക്സ്റ്റ് വൺ, ഇത് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഫോർമുലാസ് ഒക്കെ പറയാം കേട്ടോ. Which of the following, quality manager, next question. Quality manager must encourage dash improvements in all the process Okay, പറയാം. Quality manager must encourage dash improvement in all the process and procedures of the hospital and share reports of the hospitals and share reports. Quality അവിടെ ഇംപ്രൂവ്മെന്റ് എന്താ? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആണ് കേട്ടോ. She must encourage quality improvement in all the process and the procedures of the hospital and share reports. Okay. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. അപ്പൊ അതിന്റെ രണ്ട് സെന്റൻസിന് 3 ക്വസ്റ്റ്യനാണ് നമ്മൾ പറഞ്ഞത്. രണ്ടെണ്ണത്തിന്റെ ആൻസർ ക്വാളിറ്റി മാനേജർ തന്നെയായിരുന്നു. പിന്നെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്നുള്ളതാണ് വന്നത്. ഇനി നോക്കിയ നെക്സ്റ്റ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. Job responsibilities. Which of the following, next question, which of the following is not included of a quality manager? Which of the following is not included in the job responsibilities
of a quality manager? Which of the following is not included in the job responsibility of a quality manager? Responsibility of a quality manager. Okay, options ഞാൻ തരാം. First one, option A. Question എഴുതി കഴിഞ്ഞോ? ജോബ് ക്വാളിറ്റി മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ്? ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ക്വാളിറ്റി മാനേജർ. ഓപ്ഷൻ എ എഴുതിക്കോ. എൻഷുറിംഗ്, ENSURING, ensuring good quality, ensuring good quality non-clinical services. Ensuring good quality non-clinical services. Services, SERVICES, services. Ensuring good quality non-clinical services. B എഴുതിക്കോ. ഓപ്ഷൻ ബി എഴുതാം. Periodical evaluation of hospitals, on quality checklist. Option C എഴുതാം. Overall, OVERALL, overall supervision of the CSST. Overall supervision, SUPERVISION, overall supervision of the CSST. Next, option D. Ensure the employees' education. Ensure the employees' education on quality standards. Ensure the employees' education on quality standards. ഇന്നത്തെ ഏതാ വരാത്തത്? ഇൻക്ലൂഡ് ചെയ്യാത്തതാ? അപ്പൊ ഇനി ആ ജോബ് റെസ്പോൺസിബിലിറ്റീസിലേക്ക് ഒന്ന് വന്നേ. ക്വാളിറ്റി മാനേജറിന്റെ മിക്കതിലും തന്നെ ഒരു ക്വാളിറ്റി എന്നുള്ള ടേംസ് ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റത്തിലുണ്ട് എൻഷുറിംഗ് ഗുഡ് ക്വാളിറ്റി നോൺ ക്ലിനിക്കൽ സർവീസസ് സച്ച് ആസ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ് എക്സെട്ര. പിന്നെ അടുത്ത എൻഷുറിംഗ് ക്ലീൻ സറൗണ്ടിങ്സ്, ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നോക്കുക. രണ്ടാമത്തേലുണ്ട് ക്ലീൻ സറൗണ്ടിങ്സ്, അതൊരു ക്വാളിറ്റി ഇതല്ല. OPD areas, wards, labor room, OT and patient equipments and outsourced services. പിന്നെ അടുത്ത് പീരിയോഡിക്കൽ ഇവാലുവേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഓൺ ക്വാളിറ്റി. അവിടെ ക്വാളിറ്റി എന്നുള്ള വേർഡ് അവിടെ ഉണ്ട്. ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ആൻഡ് റീച്ച് അറ്റ് ദ score of the facility. Identification of gaps, develop action plan under supervision of in charge of the hospital and monitor complaints. Facilitate conduct of meeting related to quality certification. Ensuring the hospital meets all regulatory complaints like the BMW, waste management, blood bank storage, license and regulations, etc. At the 7th point, keep a record of non-functional devices and timeline for its repair along with the AMC for all the equipments. Planning and workout of modalities towards upliftment preventive. Clearance of equipments and vehicles and authorization of hospital to institute and effective grievance redressal system both of the employees and the patient. Strengthen of hospital MIS, KPI and the report action taken. Coordinate in assessing authority.
ensure the employees education of quality standards, responsible for framing and organize the hospital committee. ഇങ്ങനെ 13 ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അത് ഒന്ന് നോക്കാട്ടോ. ജോബ് റെസ്പോൺസിബിലിറ്റി ഒന്ന് നോക്കിക്കോ. ഇനി നമ്മൾ പറയാനുള്ളത് ഇനി ഫോർമുലാസ് ആണ്. അപ്പൊ നിങ്ങളിപ്പോ പ്രിന്റഡ് നോട്ട് എല്ലാവരുടെ കയ്യിലില്ലേ? പ്രിന്റഡ് നോട്ട് കയ്യിലില്ലേ? അതിനകത്ത് ടിക്ക് ഇട്ട് വെച്ചോട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അത് ഒരുപാട് ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ടാണ് ഞാൻ ടിക്ക് വെച്ചേക്കുന്നത്. അപ്പൊ അത് ഞാൻ പറയണത് എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ഇത്രയും ഫോർമുലാസ് ഉറപ്പായിട്ടും പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഒഴിവാക്കരുത്. ഒരു 10-15 ഫോർമുലയൊക്കെ നമുക്ക് പഠിക്കണം. ഒന്നാമത്തെ നോക്കിയേ, key performance indicators are likely to monitor by the healthcare organization. അതിനകത്ത് അതിനെ നമ്മള് കുറെ ക്വസ്റ്റ്യൻസ് എഴുതി അതിനകത്ത് ഫോർമുല ടു ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞു തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ. ഇപ്പൊ ഒന്നാമത്തെയാണ് ഇത് ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് എന്നാണെങ്കിൽ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് വൺ ടിക്ക് കിട്ടോ, ഒന്നാമത്തെ ടിക്ക് കിട്ടോ പഠിക്കാനുള്ളതാണ്. ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്, പ്രാഥമിക വിലയിരുത്തലില് ഇനിഷ്യൽ അസസ്മെന്റിന് വേണ്ടി എടുക്കുന്ന സമയം. കാണുന്ന ഫോർമുല എന്താണ്? ഫോർമുല നോക്കിയേ, Sum of time taken for initial assessment divided by total number of admission. ഇവിടെ പെർസെന്റേജ് എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇൻറ്റു ഒന്നും ആവശ്യമില്ല. ഓരോന്നും ഇപ്പൊ എല്ലാവരും പഠിക്കാട്ടോ. ഈ 15 ഫോർമുലയും ഇത് കഴിയുമ്പോ പഠിച്ചിരിക്കണം. ഇനി പ്രത്യേകിച്ച് ഇതിനു വേണ്ടി നിങ്ങൾ ഒരു ടൈം സ്പെൻഡ് ചെയ്യേണ്ട. ബട്ട് ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് കാണുന്നത് എങ്ങനെയാ? സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ്, അതാണ് ആദ്യം വരുന്നത്. ഇനിഷ്യൽ അസസ്മെന്റിന് വേണ്ടി എടുത്ത ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻ, ഡിവൈഡഡ് ബൈ മൊത്തം എത്ര അഡ്മിഷൻ ഉണ്ട്. ഓക്കെ, പഠിച്ചാ? ഫസ്റ്റ് ഫോർമുല ദ ടൈം ടേക്കൺ ഫോർ ഇനിഷ്യൽ അസസ്മെന്റ് ഏതാണ്? Sum of the time taken for initial total number of admission. Okay. ഇനി സെക്കൻഡ്, ഇനി രണ്ടാമത്തെ ടിക്കറ്റ് വെച്ചോ. സെക്കൻഡ് വൺ, നമ്പർ 2. നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 1000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻറ്റു 1000 ചെയ്യാൻ മറക്കരുത്. ഓക്കെ, എങ്ങനെയാണ് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് കണ്ടുപിടിക്കുന്നത്? പെർ 1000 ഇൻവെസ്റ്റിഗേറ്റേഴ്സിലാണ്, ഇൻവെസ്റ്റിഗേഷനിൽ വെച്ചിട്ടാണ്. അപ്പൊ അത് കാണുന്ന ഫോർമുല നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ്, ഇവിടെ റിപ്പോർട്ട് ചെയ്ത എറേഴ്സിന്റെ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോം, മൊത്തം അവിടെ നടത്തിയിട്ടുള്ള ടെസ്റ്റിന്റെ പെർഫോം ചെയ്ത ടെസ്റ്റിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ റിപ്പോർട്ട് ചെയ്ത ഇറേഴ്സിനെ നമ്മള് ആ ടെസ്റ്റ് എത്ര ടെസ്റ്റ് ചെയ്തു? അപ്പൊ 10 ടെസ്റ്റ് ചെയ്തതില് ഇറേഴ്സ് നമ്മള് 5 എണ്ണം പറഞ്ഞെങ്കിൽ 5/10 ആണ് അല്ലെ? അപ്പൊ അതുപോലെ നോക്കുക. റിപ്പോർട്ടിംഗ് ഇറേഴ്സ് ആണ് ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത് നമ്പർ ഓഫ് ടെസ്റ്റ് പെർഫോംഡ് 1000 ഇൻവെസ്റ്റിഗേഷനിലായതുകൊണ്ട് ഇൻറ്റു 1000 ചെയ്യുക. അപ്പൊ ഏതാണ് നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ? കാണാനുള്ള ഫോർമുല ഏതാ? number of reporting errors divided by ടെസ്റ്റ് പെർഫോംഡ്. ആ ടെസ്റ്റ് പെർഫോം ചെയ്ത ടെസ്റ്റിന്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആ എററിനെ ടെസ്റ്റ് പെർഫോം ചെയ്ത ടെസ്റ്റിന്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 1000 ചെയ്യുക. രണ്ടെണ്ണം പഠിച്ചാ? 2 ഫോർമുല പഠിച്ചില്ലേ? ഓക്കെ. ഇനി നോക്കിയേ, തേർഡ് വേണ്ട, നമുക്ക് ഫോർത്ത് ടിക്ക് കിട്ടാം. മെഡിക്കേഷൻ ഇറർ റേറ്റ്. മെഡിക്കേഷൻ ഇറർ റേറ്റ് ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. മെഡിക്കേഷൻ ഇറർ റേറ്റ് കാണാനുള്ള ഫോർമുല നോക്കിയേ. ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറർ, ഇവിടെ മൊത്തം ടോട്ടൽ നമ്പർ ന്യൂമറേറ്ററിലാണ് വരുന്നത്.
number of opportunities of the medication error into 100. മെഡിക്കേഷൻ ഇറർ റേറ്റ് എന്നുള്ളത് കൊണ്ട് ഇൻറ്റു 100 ചെയ്യുക. ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറർ ഡിവൈഡ് ബൈ, അവിടെ ഓപ്പർച്യൂണിറ്റീസ് ആണെന്ന് ഓർക്കുക കേട്ടോ. ഡിനോമിനേറ്ററിൽ അവിടെ അവസരങ്ങളുടെ, മെഡിക്കേഷൻ ഇറേഴ്സിന്റെ അവസരങ്ങളുടെ ആ എണ്ണ പറഞ്ഞേക്കുന്നത്. അത് വെച്ചിട്ട് തന്നെ നോക്കുക മരുന്നിന്റെ ആ മെഡിക്കേഷന്റെ ആകെ അവസരങ്ങളുടെ എണ്ണം നോക്കുക. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ ഇറേഴ്സ് ഡിവൈഡഡ് ബൈ total number of opportunities of the medication error. ഇപ്പൊ ഡിനോമിനേറ്ററിൽ വരുന്നത് ഓപ്പർച്യൂണിറ്റീസ് ആണ്. നോക്കാം, total number of opportunities of medication error into 100. പഠിച്ച ഫോർമുല ഏതാണ്? മെഡിക്കേഷൻ എറർ റേറ്റ് കാണാനുള്ള ഫോർമുല ഏതാ? ടോട്ടൽ നമ്പർ ഓഫ് എല്ലാവരും പറയണോ? മെഡിക്കേഷൻ എറർ ഇൻറ്റു 100. ഇനി 5 വേണ്ട, ഇനി 6 ടിക്കറ്റ് വെച്ചോട്ടെ നിങ്ങളാ. 6th one നോക്കി. Percentage of inpatient developing adverse drug reaction. Percentage of inpatient developing adverse drug reaction. ഇവിടെ നോക്കി, ഇവിടെ പെർസെന്റേജ് എന്നുണ്ട്, അതുകൊണ്ട് ഇൻറ്റു 100 ചെയ്യുക. ഇൻറ്റു 100 വേണം കേട്ടോ. പെർസെന്റേജ് ആണ് ചോദിച്ചേക്കുന്നത്. പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ കാണാനുള്ള ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യന്റ്. അപ്പൊ അതിനകത്ത് നോക്കാം, അത് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് തന്നെയാണ് ന്യൂമറേറ്ററിൽ വന്നേക്കുന്നത്. ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പേഷ്യന്റിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പെർസെന്റേജ് ആയതുകൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പഠിച്ച പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. അപ്പൊ അതുപോലെ തന്നെ അത് തന്നെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് എടുത്ത് എഴുതുക. ഫോർമുല എങ്ങനെയാ പറയുന്നേ? നമ്പർ ഓഫ് patient developing adverse drug reaction. Number of patient into 100. Percentage ആയതുകൊണ്ട് 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇനി അടുത്തത് 7th one. Percentage of unplanned return to OT. Unplanned return to OT. Okay. ഫോർമുല എങ്ങനെയാ? നമ്പർ ഓഫ് അൺപ്ലാന്റ്. അത് നോക്കിയേ, ഇങ്ങനെ ഒരു നമ്മളൊന്ന് മനസ്സിലാക്കി പഠിക്കാം. ഇതിനകത്ത് നമ്പർ ഓഫ് അൺപ്ലാന്റ് റിട്ടേൺ ടു OT ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യന്റ് ഹൂസ് അണ്ടർവെന്റ് സർജറീസ് ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ ഇൻറ്റു 100 ആണ്. അപ്പൊ അതിനകത്ത് ആ തന്നേക്കുന്നത് തന്നെയാണ് ന്യൂമറേറ്ററിലേക്ക് വരുന്നത്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഹു അണ്ടർവെന്റ് സർജറീസ് ഇൻ ദ OT. സർജറിക്ക് നടത്തിയ സർജറീസിന്റെ നടത്തിയ പേഷ്യൻസിന്റെ എണ്ണാണ് അണ്ടർവെന്റ് സർജറീസ് ഇൻ ദ OT ഇൻറ്റു 100. ഓക്കെ. ഓപ്പറേഷൻ തിയേറ്ററിൽ ആ സർജറിക്ക് വിധേയരായിട്ടുള്ള ആ പേഷ്യൻസിന്റെ എണ്ണം. റിട്ടേണുകളുടെ എണ്ണത്തിന് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസിന്റെ എണ്ണാണ് ഹു അണ്ടർവെന്റ് സർജറീസ് ഇൻ ദ ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ. ഇനി 8ാമത്തെ വേണ്ട. പിന്നെ അടുത്തത് 7 കഴിഞ്ഞ 9th one ടിക്കറ്റോ. Percentage of transfusion reaction. ഇതും സെയിം തന്നെയാണ്. Transfusion reaction divided by number of units transferred into 100. Number of transfusion reaction എണ്ണം divided by number of units transferred. ട്രാൻസ്ഫർ ചെയ്ത യൂണിറ്റ്സിന്റെ എണ്ണം ഇൻറ്റു 100. അതൊക്കെ അവിടെ പെർസെന്റേജ് ഉണ്ട്, അതുകൊണ്ട് തന്നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എങ്ങനെ കാണുന്നേ? നെക്സ്റ്റ് നോക്കിയേ,
ഇനി സിമ്പിൾ ആണ് 10th വൺ. Standardized mortality rate ratio for ICU. Formula നോക്കിയേ, actual death in ICU divided by predicted death in ICU into 100. മൊത്തം ആക്ച്വൽ ഡെത്തില് പ്രിഡിക്റ്റ് ചെയ്ത ICUയിലെ ഡെത്ത് പ്രിഡിക്റ്റ് ചെയ്തതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. 10th വൺ 10ാമത്തെ ആണ് കേട്ടോ. ആക്ച്വൽ ഡെത്ത് ഇൻ ICU ഡിവൈഡഡ് ബൈ predicted death in ICU into 100. യഥാർത്ഥത്തില് ICUയിൽ സംഭവിച്ച ഡെത്തിന്റെ എണ്ണത്തെ ഡെത്ത് പ്രിഡിക്റ്റ് ചെയ്തത് ICUയില് ഡെത്ത് പ്രിഡിക്റ്റ് ചെയ്ത ആ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ഇനി അവിടെ 11, 12, 13 ഒന്നും പഠിക്കേണ്ട. ഇനി നെക്സ്റ്റ് 14 14ാമത്തെ ആണ് കേട്ടോ. 14 11, 12, 13 വേണ്ട, 14ാമത്തെ പഠിക്കാം. ടിക്കിടുക. പതിനാലാമത്തെ നോക്കിയേ, വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് കാണാനുള്ള ഫോർമുല നമ്പർ ഓഫ് വെന്റിലേറ്റേഴ്സ് അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത്. ഒരു മന്തില് പറയുന്ന നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെന്റിലേറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത് ഇൻറ്റു 1000 ചെയ്യുക. ഇനി നെക്സ്റ്റ് 19, ബാക്കിയൊന്നും പഠിക്കണ്ട. ഇനി 19ാമത്തെ അടയാളപ്പെടുത്തണം. 19. Percentage of rescheduling of surgeries. Percentage ഉണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, പെർസെന്റേജ് എന്ന് പറയണതിലെല്ലാം നിങ്ങൾക്ക് 100 കൊണ്ട് ഇൻറ്റു ചെയ്യാം. പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ് കാണാനുള്ള ഫോർമുല നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾ ചെയ്ത കേസുകളുടെ എണ്ണം നമ്പർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് കേസസ് പ്ലാന്റ്. മൊത്തം ആ പ്ലാൻ ചെയ്ത കേസുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, നമ്പർ ഓഫ് കേസസ് റീഷെഡ്യൂൾഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കേസസ് പ്ലാന്റ് ഇൻറ്റു 100. 19. ഇനി നെക്സ്റ്റ് 21. 20 വേണ്ട, 21. Nurse patient ratio for ICU and wards. Nurse patient ratio for ICU and wards കാണാനുള്ള ഫോർമുല ഏതാ? Number of nursing staff divided by number of occupied bed. അവിടെ ഉള്ള occupy ചെയ്ത ബെഡിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സിമ്പിൾ അല്ലേ ഈ ഫോർമുല? തന്നെ പഠിക്കാമല്ലോ. എങ്ങനെയാണ് നേഴ്സ് പേഷ്യന്റ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? number of staff divided by number of occupied beds. Okay. ഇനി നെക്സ്റ്റ് 23. Waiting time for diagnosis. കാണാനുള്ള ഫോർമുല waiting time for diagnosis കാണാനുള്ള ഫോർമുല. Okay. Some total patient reporting divided by number of patient report in diagnostics. Some total patient reporting റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പേഷ്യന്റ് റിപ്പോർട്ട് ഇൻ ഡയഗ്നോസിസ്. ആ ഡയഗ്നോസിസിന് വേണ്ടി റിപ്പോർട്ട് ചെയ്ത പേഷ്യന്റിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക.
മൊത്തം റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണത്തെ നമ്പർ ഓഫ് പേഷ്യൻ റിപ്പോർട്ട് ഡയഗ്നോസിസിന് റിപ്പോർട്ട് ചെയ്ത പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഏത് ഇക്വേഷൻ ഏതാ? ഇക്വേഷൻ ഏതാ? Total patient reporting divided by number of patients diagnosis. ഇനി നെക്സ്റ്റ് വൺ 24 അടയാളപ്പെടുത്തിട്ടോ. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഡിസ്ചാർജിനായിട്ട് എടുത്ത ടൈം കാണുന്ന ഫോർമുല നോക്കിയേ. സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ്. ഡിസ്ചാർജിനായിട്ട് എടുത്ത ടൈമോ സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ്. എത്ര പേഷ്യൻസ് ഡിസ്ചാർജ് ആയിട്ടുണ്ട്, നമ്പർ ഓഫ് പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സം ഓഫ് ദ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്, ഡിസ്ചാർജിന് വേണ്ടി എടുത്ത ആ ടൈമിനെ ആ ഡിസ്ചാർജ് ആയിട്ടുള്ള പേഷ്യൻസ്, ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ 50 പേര് അന്ന് ഡിസ്ചാർജ് ആയിരുന്നെങ്കിൽ അങ്ങനെ ആ നമ്പർ ഓഫ് പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഏതാണ് ഫോർമുല? ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് ഫോർമുല ഏതാ? Sum of time taken for discharge divided by System. ഓക്കെ. ഇനി 25 ഉം 26 ഒന്നും വേണ്ട. നെക്സ്റ്റ് 27. അല്ല 27 ഇല്ല. 27 നമ്മൾ ആ ഇക്വേഷൻ അത് ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് അത് വേണ്ട. 29 മതി കേട്ടോ. 29. Percentage of near misses. Percentage of near misses. കാണാനുള്ള ഫോർമുല number of near misses reported divided by number of incidents reported into 100. പെർസെന്റേജ് ആയതുകൊണ്ട് into 100 ചെയ്യുക. അവിടെ into എന്ന് എഴുതിയിട്ടില്ല, അവിടെ ജസ്റ്റ് ഒരു into ഇട്ടാൽ മതി. നമ്പർ ഓഫ് നിയർ മിസ്സസ് number of near misses reported divided by number of incidents. അവിടെ ഉണ്ടായ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളുടെ എണ്ണം number of incidents reported into 100. ഇനി ലാസ്റ്റ് 32. ഇതും കൂടി മതി കേട്ടോ. അത്രയും ഫോർമുലാസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക. എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടല്ലോ, നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും. നോക്കാം 32 നോക്കാം. കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. ലാസ്റ്റ് 32. കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. ഫോർമുല ഏതാണ്? കാണാനുള്ള ഫോർമുല ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയ പ്രിസ്ക്രിപ്ഷന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ മൊത്തം ക്യാപിറ്റൽ സ്മോൾ ലെറ്ററിലും ഒക്കെ ആയിട്ട് മൊത്തം പ്രിസ്ക്രിപ്ഷന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇത് ജസ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞപ്പോ അക്രഡിറ്റേഷൻ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു നമുക്കൊരു കീ പെർഫോമൻസ്, ഒരു മാനദണ്ഡങ്ങൾ എന്നുള്ള നിലയിൽ മാത്രം നമുക്ക് ഈ ഫോർമുലാസ് എടുക്കാം. അല്ലാതെ എത്രത്തോളം ഓരോ ഹോസ്പിറ്റലിലും ഒക്കെ ആണെങ്കിലും നമ്മൾ അത് അപ്ലൈ ചെയ്യണമെന്നില്ല. ഇതിനുള്ള ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് ഈ ഫോർമുലാസ് എടുക്കാം. ഓക്കെ, കുറെ ഉണ്ട്. അങ്ങനെ എത്രയും പഠിച്ചാൽ ഇപ്പൊ ഞാൻ ടിക്കറ്റ് ചെയ്യുന്നത് പഠിച്ചാൽ മതി. പിന്നെ നമ്മൾ പറഞ്ഞതാണ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞതാണ്. ഓക്കെ, ഈ ചാപ്റ്റർ എന്തോ ജോബ് റെസ്പോൺസിബിലിറ്റി എല്ലാം പഠിക്കണോ? അതിനകത്ത് എല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അത് നമുക്ക് എന്താ പറയാ, ഇപ്പൊ നമുക്ക് അതിനകത്ത് ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടുന്നത് ഏതാ, ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതെന്നുള്ള രീതിയിലാണ് ആ ഒരു ഭാഗത്ത് ചോദിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് വിടാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അങ്ങനെ വരുമ്പോഴാണല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ എന്തായാലും ചാപ്റ്റർ 48 കഴിഞ്ഞിട്ടുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയെന്നൊക്കെ പറഞ്ഞത് തന്നെ നിങ്ങളൊക്കെ നന്നായിട്ട് ഇതിനെ പഠിക്കാം. ഇനിയിപ്പോ നാളെയും കൂടി നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുമല്ലോ. വ്യാഴവും വെള്ളിയും നിങ്ങൾക്ക് അവധിയായിരിക്കും. നമുക്കിപ്പോ എന്തായാലും നാളെയും കൂടി കിട്ടുമല്ലോ.
ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ചാപ്റ്റർ 47 കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ ഞാൻ ടിക്കറ്റ് തന്നില്ലേ, ഫോർമുലാസ് ടിക്കറ്റ് തന്നത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആവുന്ന പറഞ്ഞ ഏരിയ ഒക്കെ നിങ്ങളൊന്ന് പഠിക്കുക കേട്ടോ. ഇപ്പൊ നോക്കി ഒന്നോടി പഠിക്കാം. ഇപ്പൊ തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നോക്കാം. മോക്ക് ടെസ്റ്റിൽ കുറച്ചുണ്ട്, അതൊക്കെ നിങ്ങൾ നേരത്തെ ഓൾറെഡി ചെയ്തതാണല്ലോ, എങ്കിലും അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. പറഞ്ഞപ്പോ തന്നെ എളുപ്പമായി. എന്തോ ടീച്ചർ ഇമ്പോർട്ടന്റ് പറഞ്ഞു തന്നപ്പോ തന്നെ അപ്പൊ ലെസൺ എളുപ്പം പോലെ തോന്നും. അത്രേ മതി. അത്രയൊക്കെ നിങ്ങൾ പഠിച്ചറിയാം. ഒരു ഏരിയയൊക്കെയാണ് പ്രീവിയസ് ഇയറിലൊക്കെ ആണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ അധികം ചോദിച്ചേക്കുന്ന ഒരു പോർഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഏരിയ നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. നമ്മളത് നോക്കാതെ പോരുത്. അപ്പൊ അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആ ഒരു ഇതൊക്കെ നമ്മൾ ഒരുപാട് വാരി വരച്ച് കുറെ എസ്സേ പോലെ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്രയൊക്കെ നിങ്ങൾ പഠിച്ചാൽ മതി. എങ്ങനെയായാലും മാക്സിമം ഇപ്പൊ ടോട്ടല് 100-ല് നമ്മള് അന്ന് 60-ലായിരുന്നല്ലോ എക്സാം. അതുപോലെ ചിലപ്പോൾ 60-ലേക്ക് ആവും. അപ്പൊ എങ്ങനെയായാലും 2-3 ക്വസ്റ്റ്യൻ ഒക്കെ ആവും ഒരു ചാപ്റ്ററിൽ നിന്ന്. അത്രയൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. 2 ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തായാലും ആ ഇമ്പോർട്ടന്റ് ഏരിയ നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. ഇമ്പോർട്ടന്റ് പറഞ്ഞ ഏരിയാസ് ഒക്കെ പഠിക്കാം കേട്ടോ. ഓരോ ചാപ്റ്റർ നമുക്ക് ഇങ്ങനെ ടൈമിനനുസരിച്ച് നമുക്ക് ചെയ്യാം. മാക്സിമം നമുക്ക് ഇത് തീർക്കാൻ പറ്റുമോ നോക്കാം. 3-4 മൊഡ്യൂളില് 5 ചാപ്റ്റർ അല്ലേ നമുക്കുള്ളത്. ഇനി അപ്പൊ 47 ആണ്. ഈ 47 കൂടി കഴിഞ്ഞാൽ 4th മൊഡ്യൂളില് കഴിഞ്ഞല്ലോ. പിന്നെ 3rd മൊഡ്യൂളില് 3 ചാപ്റ്റർ. ഇതിനകത്ത് മാർക്കറ്റിംഗ് മാത്രമേ ഇത്ര വലുതുള്ളൂ. ബാക്കിയൊന്നും നിങ്ങൾക്ക് പിന്നെ കുഴപ്പമില്ല. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയോ അങ്ങനെ അതൊന്നും അത്ര വലിയ പ്രശ്നമുള്ളതല്ല. അതൊക്കെ നമ്മളാണെങ്കിലും ചാപ്റ്റേഴ്സ് ഇനി ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് റിവൈസ് ചെയ്താൽ തന്നെ പെട്ടെന്ന് ഓർമ്മ കിട്ടും. അപ്പൊ നമുക്ക് ചാപ്റ്റർ 47 നോക്കാം കേട്ടോ. 47 ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന ഏരിയ നിങ്ങൾ മിസ് ചെയ്യരുത്. അതെന്തായാലും പഠിക്കാം. ഒരുപാട് വാരി വലിച്ച് എസ്സേ പോലെ കുറെ പഠിച്ചു വെച്ചിട്ടും കാര്യമില്ല. നമുക്ക് ഇതിന് ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒബ്ജക്റ്റീവിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 47. ചാപ്റ്റർ 48 വലിയ പ്രശ്നമില്ലാതെ അങ്ങ് പോയി. കാര്യം ഒരുപാട് ഇതുണ്ടെങ്കിലും ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് നോക്കുക കേട്ടോ. ചാപ്റ്റേഴ്സിന്റെ പേജസ് കൂടുതലുണ്ട്. മൊത്തം നിങ്ങൾ ഇരുന്ന് എന്താ പറയാ ഒരുപാട് ഇങ്ങനെ എസ്സേ പോലെ പഠിച്ചിട്ടും കാര്യമില്ലല്ലോ. ഓക്കെ, 47 ആൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ചാപ്റ്റർ 47. 47 ആണെങ്കിലും നമ്മള് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ടെസ്റ്റില് 5 ക്ലാസ് കൊണ്ടാണ് നമ്മൾ തീർന്നത്. അപ്പോ 5 ഉണ്ടല്ലേ, 25 ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഓക്കെ, ഈ ചാപ്റ്റർ നോക്കി ഓർമ്മണ്ടോ? ഓവർവ്യൂ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഇതിനകത്ത് ഫസ്റ്റും സെക്കൻഡും ഒക്കെ എന്താണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു ഇത് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. ഡെഫിനിഷൻ ഒന്നും വേണ്ട, അതിനകത്ത് എഴുതാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഹെൽത്ത് കെയർ administrators formulate FORMULAT formulate control formulate control and coordinate dash. Healthcare administrators formulate, control and coordinate dash. കണ്ടുപിടിച്ചേ. മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ്.
ഓക്കെ, പറഞ്ഞേ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ സർവീസസ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഫോർമുലേറ്റ്, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ്. മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. കണ്ടില്ലേ, ഫസ്റ്റ് പാരഗ്രാഫിലുണ്ടത്. കണ്ടു. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർമുലേറ്റ്, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ്. ഞാൻ 2-3 പ്രാവശ്യം പറയണത് എന്റെ ഒപ്പം പറഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കാൻ ടൈം കണ്ടെത്തണ്ട, എക്സാമിന് തലേദിവസമാണെങ്കിലും നിങ്ങൾക്കൊന്ന് നോക്കിയാൽ മതി. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർമുലേറ്റ്, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് മെഡിക്കൽ. എന്തിനെ കോർഡിനേറ്റ് ചെയ്യുന്നേ, കൺട്രോൾ ചെയ്യുന്ന സർവീസ്, ഹെൽത്ത് കെയർ, മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Often called dash. മിസ് ഒന്നുകൂടി പറയോ ക്വസ്റ്റ്യൻ? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഓൾസോ often, OFTEN, often called dash. എന്താ വിളിക്കുന്നേ? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഫസ്റ്റ് സെന്റൻസ് ആണ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഓൾസോ ഓഫൺ കോൾഡ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ. നോക്കുക, ഓപ്ഷൻ നോക്കിയിട്ട് എഴുതാം. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. തേർഡ് വൺ. Hospital management. Hospital management. Hospital management is the field. Is the field that is related to ടീച്ചറെ ഫീലോ? hospital management is the field. Hospital management is the field that is related to dash. Hospital management is the field that is related to dash. Options nara. Health care systems. Health care systems. Health care systems. B. Hospitals. Hospitals. Option C. Hospital networks. Hospital networks. D. All of the above. Hospital management is the field that is related to leadership, management and administration. Healthcare system, hospital network. That is related to leadership. First sentence നോക്കിയേ. Hospital management is the field that is related to leadership, management and administration of public healthcare system, hospital and hospital networks in the primary, secondary and tertiary sectors. Okay. All of the above അല്ലേ? All of the above. അതിനകത്ത് 3 വരുന്നിട്ടുണ്ട്. ഓപ്ഷൻസ് ഒന്നുകൂടി ഒന്ന് പറയാവോ? Okay. Healthcare systems.
ഓപ്ഷൻ എ ആണ് ഹെൽത്ത് കെയർ സിസ്റ്റംസ്. ഓപ്ഷൻ ബി ഹോസ്പിറ്റൽ. ഓപ്ഷൻ സി hospital networks. D ആണ് all of the above. Next question. Next question. Who is organizing role of hospital administration എന്നാണ് ആ പാരഗ്രാഫിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. Who is organizing and supervising organizing and supervising the health services and everyday activities of a hospital, or healthcare facility. Who is organizing and supervising the health services and everyday activities of hospital or healthcare facility? Who is organizing and Hospital administrator. okay. Hospital administrators ആണ്. Hospital administrators. Next one. Healthcare administration. ഇതിനൊപ്പം പഠിക്കാട്ടോ. ഓരോ ക്വസ്റ്റ്യൻ എഴുതുമ്പോ അതിന്റെ ഒപ്പം പഠിച്ചു പോകാം. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ is the management of all the dash functions. Healthcare administration is the management of all the dash function, not clinical functions. Healthcare administration is the management of all the non-clinical functions. Second sentence ആണ് role of hospital administration. Second sentence ആണ് non-clinical functions. Non-clinical function. Next question. Healthcare administrators. കൈ വേദനിക്കണ്ടോ? കൈ വേദന എടുക്കണ്ടോ? നമുക്ക് പതുക്കെ എഴുതിയാൽ മതി. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഞാൻ എങ്ങനെ എന്താ പറയാ ഓരോ പാരഗ്രാഫ് വൈസ് വെച്ചിട്ട് അതിൽ നിന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ ആകുമ്പോ നിങ്ങൾക്കും ഒരു ഓർഡർ കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് അതുപോലെ എഴുതണം കേട്ടോ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹാവ് thorough knowledge of the okay. Healthcare administrators have thorough knowledge, thorough knowledge of the
of the regulatory regulatory framework in dash. Regulatory framework in dash. Syndicare. Okay, very good. ഇതിനകത്ത് തന്നെ ഉണ്ട് പാരഗ്രാഫിൽ വായിച്ചറിയാം. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹാവ് thorough knowledge of the regulatory framework in dash. Patient care. പഠിക്കാം. Patient care. ക്വസ്റ്റ്യൻ ഒന്നോട് വായിച്ചു നോക്കിയേ. Health care administrators have thorough knowledge of the regulatory framework in എന്തിലാണ്? Patient care. Patient care. Next one. Next question എഴുതിക്കോ. Plant PLANNED. Plant health programs. Plant health program should be plant health program should be based on dash. Plant health program should be based on dash. Okay, priority. Very good. Plant health program should be based on priority. Priority ne base ചെയ്തിട്ടാണ് PRIORITY. Priority. ടീച്ചർ എടുക്കണേ. ഇത് പറഞ്ഞു കൊടുത്തേ. കിട്ടിയില്ലേ? ഇല്ല. Administration. 5th point. കണ്ടില്ലേ? 5th point കണ്ടില്ലേ? Plant health program should be based on priority. പിന്നെ ഇതിനകത്ത് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ഒക്കെ ഞാൻ തന്നിട്ടുണ്ട്. അതിനകത്ത് നിങ്ങളെ ആ പോയിന്റ്സുകൾ. പ്രിൻസിപ്പിൾ ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനിലെ 5ാമത്തെ പോയിന്റ് ആണ് പറഞ്ഞത്. പ്രയോറിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഹെൽത്ത് കോൺഷ്യസ്നെസ് health consciousness CON SCIOUS NES. Health consciousness should be encouraged
should be encouraged through dash. Should be encouraged through dash. Health consciousness should be encouraged through ഹെൽത്ത് എഡ്യൂക്കേഷൻ. okay, health education. Health education encourage ചെയ്യാൻ. Health consciousness should be encouraged through health education. Through health education. പിന്നെ നിങ്ങൾ ആ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇല്ലേ, അതിന് മുന്നുള്ളത് ആ പോയിന്റ്സ് ഒന്ന് നോക്കണം കേട്ടോ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മേ ഇൻക്ലൂഡ് ദ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് എന്ന് പറഞ്ഞ് ആ പോയിന്റ്സ് തന്നിട്ടില്ലേ, അത് നമ്മൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻക്ലൂഡിംഗ് ഇൻ ദ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഇതിനകത്ത് ഞാൻ മോക്ക് ടെസ്റ്റിൽ ഇട്ട ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഇപ്പൊ അറിയാത്തത്. അതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. അതൊന്ന് ടിക്കറ്റ് വെച്ചു. അതിനകത്തെ നമ്മള് അതിന്റെ പ്രിൻസിപ്പിൾസിന് മുന്നേ കണ്ടോ ഈ ഹൗ ടു സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ് അതെല്ലാം. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മേ ഇൻക്ലൂഡ് ദ ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് എന്ന് പറഞ്ഞു തന്നിട്ടില്ലേ, അത് അത് ഞാൻ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഇട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതാണ് അത് എഴുതാതെ പോയത്. പിന്നെ പ്രിൻസിപ്പിൾസിന്ന് അതിന്റെ ഉള്ളിൽ നിന്നുള്ള 2-3 പോയിന്റ്സ് ഞാൻ ഓപ്ഷൻ ആക്കി ഇട്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Nursing personnel, PRSONNEL, nursing personnel and other associated health personnel, nursing personnel and other associated health personnel should provide dash education. Should provide oriented education. okay, community-oriented education. Should provide community-oriented education. പിന്നെ അതിനകത്ത് പിന്നെ വരുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ് കേട്ടോ. ഒബ്ജക്റ്റീവ്സ് അത് കുറെ ഉണ്ട്, കുറെ പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതിന്റെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് നിങ്ങൾ നോക്കാം. നമ്മള് മോക്ക് ടെസ്റ്റിൽ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ഒബ്ജക്റ്റീവ്സിന്റെ അങ്ങനെ അത്ര ഒബ്ജക്റ്റീവ്സ് ആയിട്ട് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. അതിന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വിടണ്ട എന്ന് വെച്ച് ആ ഒരു ഇതൊന്ന് വെറുതെ ഒന്ന് നോക്കിക്കോട്ടോ. പ്രിൻസിപ്പിൾസ് അതൊന്ന് നോക്കിക്കോട്ടോ.
പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പൊ ഞാൻ അതിൽ നിന്നാണ് ഇടയ്ക്ക് 2-3 ഒബ്ജക്റ്റീവ് ആയിട്ട് തന്നത്. ഇത് നോക്കിക്കോ. ഒബ്ജക്റ്റീവ്സ് അത്ര ഇതല്ല, വലിയ ലെങ്തി ആയിട്ടുള്ളതുമാണ്. പിന്നെ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിലേക്ക് പോകാം കേട്ടാ. Indicators. 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 Dash use. Okay, എഴുതിക്കോ. Dash use as supporting evidence dash as use as supporting evidence for explaining the health of a population. റിസർച്ചേഴ്സ് അല്ല, Population. റിസർച്ച് Indicators. Okay, health indicators. Indicators. Sentence നോക്കിയേ. റിസർച്ചേഴ്സ് യൂസ് ചെയ്യുന്നതാണ് യൂസ് ആസ്. ഇവിടെ നോക്കിയേ എന്താണ്, വിച്ച് റിസർച്ചേഴ്സ് യൂസ് ആസ് എ സപ്പോർട്ടിംഗ് എവിഡൻസ് ഫോർ എക്സ്പ്ലെയിനിങ് ദ ഹെൽത്ത് ഓഫ് പോപ്പുലേഷൻ. അവിടെ എന്താ റിസർച്ച് യൂസ് ചെയ്യുന്നത്? എന്താ? ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ആസ് എ സപ്പോർട്ടിംഗ് എവിഡൻസ് ഫോർ എക്സ്പ്ലെയിനിങ് ദ ഹെൽത്ത് ഓഫ് എ പോപ്പുലേഷൻ. അവരവിടെ യൂസ് ചെയ്യുന്ന വിച്ച് റിസർച്ചേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്? എന്താ യൂസ് ചെയ്യുന്നത്? ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. Health indicators use as supporting evidence for explaining the health of a population. ഒരു പ്രധാന എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അത് യൂസ് ചെയ്യുന്നത് റിസർച്ചേഴ്സ് ആണ് ഞാൻ പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Researchers RESEARCHERS
Researchers will use a dash to collect information about a population sample. Survey methodology. Survey methodology. Researchers will use a survey methodology to collect the information about a population sample. Next question. Next question. Dash are often used by government to guide healthcare policy. Dash are often used by government to guide healthcare policy. Health indicators. Health indicators. To guide ചെയ്യാൻ ഗവൺമെന്റ്സ് healthcare policy ഗൈഡ് ചെയ്യാനായിട്ട് health indicators യൂസ് ചെയ്യുന്നു. Health indicators are often used by governments to guide healthcare policy. Okay. ഇനി അടുത്തത് ഇത് ഒന്ന് ടിക്കിട്ട് വെച്ചോ. ക്യാരക്ടറിസ്റ്റിക്സ് ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ തന്നേക്കുന്നത്. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് വിച്ച് വിൽ ബി used internationally to explain global health must have the following characteristics. ഏതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ചോദിക്കുക. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ഏതാ? Must be explained that can be gauged uniformly internationally. രണ്ടാമത്തെ And must have a statistical the indicator must be data which must be data collected in a reasonable amount of time. the analysis of Analysis of the data must result in recommendation on which people can improve health. അതിനകത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടോ. എന്നിട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചോ. നമുക്ക് എന്താ പറഞ്ഞ, ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഗേജ്ഡ് യൂണിഫോംലി ഇന്റർനാഷണലി.
അതെങ്ങനെയായിരിക്കണം ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്? ഒരു ഇന്റർനാഷണലി ഒരു അന്താരാഷ്ട്ര തലത്തില് അത് ഇൻഡിക്കേറ്റേഴ്സ് എപ്പോഴും ഒരുപോലെ യൂണിഫോംലി എന്ന് വെച്ചാൽ ഒരേപോലെ അളക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അതിന്റെ ഒരു സ്കെയില് എങ്ങനെയായിരിക്കും? യൂണിഫോംലി ആയിരിക്കണം. എങ്കിലാണ് നമുക്ക് അത് അന്താരാഷ്ട്ര തലത്തില് നമുക്കത് എല്ലാം ഒരുപോലെ ആയിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ്. ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻഡ് ഇൻ വിച്ച്, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു അന്താരാഷ്ട്ര തലത്തില് ഇന്റർനാഷണലി അത് ഒരുപോലെ രീതിയിൽ അളക്കാൻ കഴിയുന്ന വിധത്തില് വിശദീകരിക്കണം. ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഗേജ്ഡ് യൂണിഫോംലി ഇന്റർനാഷണലി. ഫസ്റ്റ് ക്യാരക്ടർ പഠിച്ചാ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന്റെ എങ്ങനെയാണ് അത് യൂണിഫോംലി ഇന്റർനാഷണലി അന്താരാഷ്ട്ര തലത്തില് ഒരേപോലെ അളക്കാൻ കഴിയുന്ന തരത്തില് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻഡ് എങ്ങനെയാ? ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഗേജ്ഡ് യൂണിഫോംലി, ഒരേപോലെ അളക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം. ഇന്റർനാഷണലി അന്താരാഷ്ട്ര തലത്തില് ഒരേപോലെ അളക്കാൻ കഴിയുന്ന വിധത്തില് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഫസ്റ്റ് പോയിന്റ് പഠിച്ചില്ലേ? ഇനി സെക്കൻഡ് നോക്കിയേ. ഇറ്റ് മസ്റ്റ് ഹാവ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി. സ്റ്റാറ്റിക്കൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. ഒരു സ്റ്റാറ്റിക്കൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം അതില്. ഓക്കെ, ഇറ്റ് മസ്റ്റ് ഹാവ് എ സ്റ്റാറ്റിക്കൽ വാലിഡിറ്റി. പിന്നെ തേർഡ് നോക്കിയേ. ഇൻഡിക്കേറ്റർ എങ്ങനെ വേണം? ദ ഇൻഡിക്കേറ്റർ മസ്റ്റ് ബി ഡേറ്റ വിച്ച് ക്യാൻ പ്രാക്ടിക്കലി be collected in a reasonable amount of time. Indicators എന്ന് വെച്ചാൽ ഒരു ന്യായമായ സമയത്ത്, റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം, ഒരു ന്യായമായ സമയത്തിനുള്ളിൽ പ്രായോഗികമായി അത് കളക്ട് ചെയ്യാൻ പറ്റുന്ന, ശേഖരിക്കാൻ കഴിയുന്ന ഡേറ്റാസ് ആയിരിക്കണം. ഒരു പ്രത്യേക ടൈമിനുള്ളിൽ അത് പ്രായോഗികമായിട്ട് അത് കളക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. ഓക്കെ, it must be the indicator must be data can be practically be collected in reasonable amount of time. The last എന്താ പറഞ്ഞേക്കുന്നത്? Analysis of the data must result in recommendation on which the people can make change to improve health. ഡാറ്റയുടെ അനാലിസിസ്, അതിന്റെ വിശകലനം ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആളുകൾക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഡേറ്റയുടെ അനാലിസിസ്. അനാലിസിസ് ഓഫ് ദ ഡേറ്റ മസ്റ്റ് ബി റിസൾട്ട് ഇൻ റെക്കമെൻഡേഷൻ ഓൺ വിച്ച് ദ പീപ്പിൾ ക്യാൻ മേക്ക് ചേഞ്ചസ് ടു ഇംപ്രൂവ് ഹെൽത്ത്. അതെങ്ങനെയാണ്? അതിന്റെ ഡേറ്റ നമ്മൾ നോക്കി കഴിയുമ്പോൾ അത് ആളുകൾക്കൊക്കെ എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാൻ, ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന രീതിയിലായിരിക്കണം. അങ്ങനെ അതൊരു റിസൾട്ട്, റെക്കമെൻഡേഷൻ വരുത്താൻ കഴിയുന്ന ഒരു ശുപാർശയില് അത് കലാശിക്കണം എന്ന് പറഞ്ഞേക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കാം കേട്ടോ. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്നാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനെ ചോദിക്കാം. ഒന്ന് നോക്കിയേക്കാം. ഇനി അടുത്തത് indicators used to measure health status. ഉപയോഗിക്കുന്ന indicators, the indicators determines of health and health care system, procedure, medication use of health services. ഈ ഓരോന്നിന്റെ നമ്മൾ ഡെഫിനിഷൻ തന്നെ വീണ്ടും പഠിച്ചത്. ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ ചോദിക്കില്ല. ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഡെത്ത് റേറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡാഷ്. എഴുതിക്കോ. Death rate is ഇത് ചോദിച്ചിട്ടുള്ളതാട്ടോ. പ്രീവിയസ് ഇയറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ്. ഡെത്ത് റേറ്റ് ഈസ് ഓഫൻലി കോൾഡ് അല്ലെങ്കിൽ ഓൾസോ കോൾഡ് ഡെത്ത് റേറ്റ് ഈസ് ഓൾസോ കോൾഡ് മോർട്ടാലിറ്റി റേറ്റ്. MORTALITY. മോർട്ടാലിറ്റി റേറ്റ് ആണ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. That is the scale of the number of deaths in a particular population measured to the size of that population per unit of time. ഒരു പ്രത്യേക ടൈമില് ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനിലുള്ള നമ്പർ ഓഫ് ഡെത്ത്സ് ആണ്
മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഒരു ഡെത്തിന്റെ സ്കെയിലാണ് മോർട്ടാലിറ്റി റേറ്റ്. അത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? സൈസ് ഓഫ് ദ പോപ്പുലേഷന്റെ സൈസിനെ അടിസ്ഥാനമാക്കി ഒരു പ്രത്യേക ഒരു ടൈമില് പോപ്പുലേഷന്റെ ആ സൈസിനെ അടിസ്ഥാനമാക്കി ആ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷന്റെ ഉള്ള നമ്പർ ഓഫ് ഡെത്ത്സിനെയാണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ is also called ചോദിച്ചു കണ്ടേക്കുന്നത് ഡെത്ത് റേറ്റ് is also called mortality rate. ഇനി നെക്സ്റ്റ് അടുത്ത എഴുതിക്കോ. മോർട്ടാലിറ്റി റേറ്റ് RATE formula, mortality rate formula used for the dash കാൽക്കുലേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഡെത്ത് റേറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോർട്ടാലിറ്റി റേറ്റ് ഫോർമുല കാണുന്നത്. മോർട്ടാലിറ്റി റേറ്റ് ഫോർമുല ഈസ് യൂസ്ഡ് ഫോർ കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടാണ്. എന്താണ് മോർട്ടാലിറ്റി റേറ്റ് ഫോർമുല? എന്താ? നമ്പർ ഓഫ് ഡെത്ത്സ് divided by total population into 1000. ഇനി പെർ ഡേ ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 365 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്പർ ഓഫ് ഡെത്ത്സ് ഒരു ഇയറില് ഒരു പ്രത്യേക ഒരു ഏരിയയില് ഒരു ടൈമിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ഡെത്ത്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 365. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബാലൻസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിന്. ഇനി കുറച്ചും കൂടി അല്ലേ ഉള്ളൂ. നാളെ കൊണ്ട് നമുക്ക് എന്തായാലും ഈ ചാർജുകൾ തീർക്കാം. അധികം ഇല്ല. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ബാലൻസ് നമുക്ക് നാളെ ഉണ്ട്. നാളെ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you.